ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പാചകം പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നല്ല കട്ട തൈര് ഉണ്ടാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒരു തൈര് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈര് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ പാക്കറ്റ് പാലിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള പാല് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല അധികം തിക്കില്ലാത്ത പാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏത് പാല് വേണമെങ്കിലും ഈ ഒരു തൈര് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പശുപാല് കിട്ടുമെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ അതേ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം കൂടെ ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ പാലിതേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഒരു പാലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ചൂടാറരുത്, ഒരു ഇളം ചൂടാവണ വരയ്ക്ക് ഈ ഒരു പാല് ചൂടാറി കിട്ടിയാൽ മതി. ഇപ്പോൾ അതേ പാലിൻ്റെ നല്ല ചൂടൊക്കെ പോയതിന് ശേഷം ഇളം ചൂടിൽ പാല് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന പാൽപ്പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇതിപ്പോൾ പാക്കറ്റ് പാലായ കാരണം അത്രയ്ക്ക് അങ്ങ് പാൽപ്പാടൊന്നുമില്ല. നിങ്ങൾ പശുപാലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പാൽപ്പാടൊക്കെ അതിൻ്റെ മുകളിലുണ്ടാവും. അതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു തൈര് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതേ പാൽപ്പാടൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാല് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൺപാത്രമൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു തൈര് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഒരു പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈരിന് അധികം പുളിയൊന്നും ഉണ്ടാവരുത്, അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു തൈരും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണ പോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കലക്കിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പാലിന് ഇളം ചൂട് വേണം, എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു തൈര് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേ പാലും തൈരൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 6 അതല്ലെങ്കിൽ 8 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ ഒരു തൈരൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു തൈരിൻ്റെ റെഡി ആയിട്ട് വരുന്നതിൻ്റെ ടൈമൊക്കെ. അപ്പോൾ ഇത് അവിടെ നിന്നിട്ട് സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ അതേ തൈര് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൺപാത്രത്തിലൊക്കെ നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ട തൈരൊക്കെ ഉണ്ട്, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ മൺപാത്രത്തിലൊക്കെ നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തൈര് റെഡിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ മൺപാത്രം അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ തൈര് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺപാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് തൈര് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. താങ്ക്